2 പീസ് കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട് സർക്കിൾ ടൈപ്പിൽ. അപ്പോൾ ഞാൻ എന്നിട്ട് അത് സർക്കിളിൽ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ചുറ്റും ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നീളത്തിലൊരു സ്ട്രിപ്പ് പോലെയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അത് ചുറ്റും ആ സർക്കിളിൽ ഒട്ടിക്കുന്നുണ്ട്. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടോ സാധാ ഗമ്മ് യൂസ് ചെയ്തിട്ടോ നമുക്ക് ഒട്ടിക്കാം. അതിനുശേഷം ഞാൻ ആ റിംഗ് ടൈപ്പ് പോലെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ്റ് കൊടുത്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ പകരം നിങ്ങൾക്ക് വൈറ്റ് സിമെൻറ്റാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഏറ്റവും നല്ലതും അതാണ്. ഇത് പെട്ടെന്ന് കട്ടിയാവാൻ ചാൻസ് ഉണ്ട് എന്നല്ല കട്ടിയാവുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് എൻ്റെ അളവിന് കട്ടി എത്രത്തോളം വേണമെന്നുള്ളത് എടുത്തിട്ട് ആക്കിയ ശേഷം ബേസിൽ ഒഴിച്ച് ഞാൻ നല്ലപോലെ സ്മൂത്താക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നമ്മുടേതായ ക്രിയേറ്റിവിറ്റി ചെയ്തെടുക്കാം. മൂണിന് എങ്ങനത്തത് വേണമെന്ന്. എന്നിട്ട് ചുറ്റും ഞാൻ അതിൽ ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉള്ളിൽ വന്നിട്ട് അപ്പോൾ ഞാൻ ഉള്ളിൽ ലൈറ്റൊക്കെ വെച്ച് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സലോ ടേപ്പ് വെച്ച് ഞാൻ ഒട്ടിച്ച് ആ റിങ് പോലെ കട്ട് ചെയ്ത് വെച്ച കാർഡ്ബോർഡ് ഞാൻ അതിൽ ഫിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നല്ലപോലെ സെക്യൂർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് മൂൺ ലാമ്പ് ഉണ്ടാക്കുക. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്.